ഓക്കെ, നമ്മൾ ഇന്നലെ ലെവൽസ് എല്ലാം പറഞ്ഞു തന്നിരുന്നതാണ്. ഇനി എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇന്നത്തെ നമ്മളുടെ വർക്ക് വെച്ചിട്ട് ഒന്നും കൂടെ പറഞ്ഞുതരാം. അപ്പോൾ ലെവൽസ് എല്ലാം നമ്മൾ രാവിലെ തന്നെ കൊടുത്തിരുന്നതാണ്. ഇൻഡെക്സ് ലെവൽസ് നിഫ്റ്റിയുടെയും സെൻസെക്സിൻ്റെയും ഫ്യൂച്ചറിൻ്റെയും നമ്മൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ തരാറുണ്ട്. ദെൻ ബാക്കിയുള്ള ഇൻഡെക്സുകളൊക്കെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷമേ തരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നോക്കിക്കോളാം. ഇൻഡെക്സുകൾ ഇങ്ങനെയാണ് റിയാക്ട് ചെയ്തേക്കുന്നത്. ഇത് ഒരു കൺസോൾഡേറ്റഡ് ആയിട്ടുള്ള റിയാക്ഷൻ ആയിരുന്നു. പക്ഷേ ഇൻഡെക്സുകൾ നോക്കിയിട്ട് നമുക്ക് എങ്ങനെ ഇത് ഇവിടുന്ന് ഇങ്ങനെ റിജക്ഷൻ വന്ന് ഇങ്ങനെ വന്നു, പിന്നെ ഇങ്ങനെ വന്നു എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് അതിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഇൻഡെക്സ് ലെവൽസ് വെച്ചിട്ട് ഫുള്ള് നമുക്ക് ഇൻഫർമേഷൻസ് അതിൽ നിന്ന് കിട്ടില്ല. ഇതുപോലെയുള്ള മെയിൻ റിജക്ഷൻസ് ഒക്കെ നമുക്ക് ഇതിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ദെൻ നമുക്ക് നോക്കൂ, നമ്മളുടെ സ്ട്രൈക്ക് ലെവൽസ് വെച്ചിട്ട് നമുക്കത് കുറച്ചും കൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ഇന്ന് ഒരു കൺസോൾഡേറ്റഡ് മാർക്കറ്റ് ആയിരുന്നു, അല്ലെങ്കിൽ ലെവൽ ടു ലെവൽ ട്രേഡാണ് സംഭവിച്ചത്. പക്ഷേ നമുക്ക് ആദ്യത്തെ ഒരു 15 മിനിറ്റ്സിൽ നമുക്ക് ഒരു ട്രേഡ് ഉണ്ടായിരുന്നു. നമ്മളുടെ ഇന്നലെ ഞാൻ പഠിപ്പിച്ച ട്രേഡ് ഇവിടെ ഉണ്ടായിരുന്നു. നോക്കിക്കോളാം, ബാങ്ക് നിഫ്റ്റിയിലുണ്ടായിരുന്നു. ബാങ്ക് നിഫ്റ്റിയുടെ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഇതാ നോക്കുക, ലെവൽ 1 ട്രേഡാണ് ആക്റ്റീവ് ആയത്, ബോർഡ് ലൈൻ ട്രേഡല്ല ആക്റ്റീവ് ആയത്. ലെവൽ 1 ട്രേഡുണ്ട്, ലെവൽ 2 ട്രേഡുണ്ട്, ബോർഡ് ലൈൻ ട്രേഡുണ്ട്. അതിൽ ലെവൽ 1 ട്രേഡാണ് ആക്റ്റീവ് ആയേക്കുന്നത്. നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ മന്ത്ലി പി ഫസ്റ്റ് ക്യാൻഡിൽ ഇവിടെ നമ്മുടെ ലെവൽ 1 വന്നിട്ട് റിജക്റ്റ് ചെയ്യാണ്. ജസ്റ്റ് ഒരു 10 പോയിൻറ്റ്സിൻ്റെ 20 പോയിൻറ്റ്സിൻ്റെ ഒക്കെ ഡിഫറൻസ് നിങ്ങളത് നോർമൽ ഡിഫറൻസ് ആയിട്ട് തന്നെ കരുതിക്കോളും. അതിനേക്കാൾ വലിയ ഡിഫറൻസുകൾ നിങ്ങൾ എടുക്കാൻ പാടില്ല. ദെൻ നോക്കിക്കോളൂ, ഇതൊരു 1 കണ്ടോ, നമ്മളുടെ ഫസ്റ്റ് ലെവൽ വന്ന് ടച്ച് ചെയ്യുന്നു, റിജക്റ്റ് ചെയ്യുന്നു. ദെൻ നമുക്ക് നോക്കാം, അതുപോലെ തന്നെ മന്ത്ലി സി ഇതുപോലെ തന്നെ ഫസ്റ്റ് ലെവലിൽ വന്ന് റിജക്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ നമ്മളുടെ വീക്ക്ലി പി ഇത് ഫസ്റ്റ് ലെവലിൽ വന്നിട്ട് കറക്റ്റ് ടച്ച് ചെയ്തിട്ടുണ്ട്, റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ വീക്ക്ലി സി എന്ന് പറയുന്നതും ഇതുപോലെ തന്നെ ഫസ്റ്റ് ലെവലിൽ വന്ന് ടച്ച് ചെയ്ത് റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ലെവലിൽ നമ്മൾ ആദ്യത്തെ 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ എടുക്കുമ്പോൾ തന്നെ ഫസ്റ്റ് ലെവലിൽ വന്ന് ടച്ച് ചെയ്ത് റിജക്റ്റ് ചെയ്തൊക്കെയാണ് ചെയ്തേക്കുന്നത്. അത് 4 ഗ്രാഫുകളും അങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഫസ്റ്റ് ലെവൽ ട്രേഡ് ആക്റ്റീവ് ആയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. അതായത് പി പൊസിഷൻ മുകളിലേക്ക് കയറുകയും സി പൊസിഷൻ ഇടുകയും ചെയ്യുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതിങ്ങനെ മുകളിലേക്ക് കയറി ബോൾ ലൈൻ ടച്ച് ചെയ്തുകൊണ്ടാണ് അവിടെ ഒരു റിജക്ഷൻ വന്നത്. അപ്പോൾ 4ഉം ഇതുപോലെ തിരിച്ച് കയറി ബോൾ ലൈനിലാണ് ടച്ച് ചെയ്തതെങ്കിൽ ഇത് നല്ല രീതിയിൽ താഴത്തേക്ക് ഇടിഞ്ഞു പോരും. പക്ഷേ 4ഉം അങ്ങനെ ടച്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കിക്കേ. ഇതാ പി ഇവിടുന്ന് കയറി ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് അവിടെ റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതും ഒക്കെയാണ്, ബോൾ ലൈൻ ടച്ച് ചെയ്തു, റിജക്റ്റ് ചെയ്തു, ഒരുപോലെ ടച്ച് ചെയ്തുകൊണ്ടാണ് റിജക്റ്റ് ചെയ്തേക്കുന്നത് അവിടെ. ഓക്കെ, പക്ഷേ അപ്പം പി ഇടിയണമെന്ന് ഉണ്ടെങ്കിൽ സി കയറണമല്ലോ. അപ്പോൾ ഇത് ബോൾ ലൈൻ ടച്ച് ചെയ്തിട്ട് തിരിച്ച് റിജക്റ്റ് ചെയ്തിട്ടില്ല, ഇത് അകത്തേക്ക് തന്നെ കയറിപ്പോകുന്നു. ഓക്കെ, 4 ഒരുപോലെ തന്നെ റിജക്റ്റ് ചെയ്യണം. അതായത് ഇപ്പോൾ പി പൊസിഷൻ ഇവിടുന്ന് താഴത്തുനിന്ന് കയറി മുകളിലേക്ക് വന്ന് റിജക്റ്റ് ചെയ്തു. ഓക്കെ, അത് ഓക്കെയാണ്. അതുപോലെ സി പൊസിഷനും മുകളിൽ നിന്ന് താഴത്തേക്ക് ഇടിഞ്ഞിടിഞ്ഞ് ബോൾ ലൈൻ വന്ന് റിജക്റ്റ് ചെയ്യണം. പക്ഷെ അങ്ങനെ ചെയ്തില്ല. അപ്പോൾ സിയിൽ അത് ആക്റ്റീവ് അല്ല. ഓക്കെ, കണ്ടോ, മന്ത്ലി സിയും വീക്ക്ലി സിയും ആക്റ്റീവ് അല്ല, ബോർഡ് ലൈൻ ടച്ച് ചെയ്ത് റിജക്റ്റ് ചെയ്തിട്ടില്ല. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് കൺഫേംഡ് ആയിട്ട് ഇവിടെ പി ഇടിയെന്ന് കൺഫർമേഷൻ കൊടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ തിരിച്ച് കയറി നമ്മുടെ ആദ്യത്തെ ഫസ്റ്റ് ലെവൽ ട്രേഡ് തന്നെ ആക്റ്റീവായി മുകളിലേക്ക് കയറിയത് പോന്നിട്ടുണ്ട്. ദെൻ കണ്ടോ, ഇവിടെ സി പൊസിഷൻ അതുപോലെ തന്നെ, അതായത് ഈ ബോൾ ലൈൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞത് മുകളിലേക്ക് പോകും എന്നുള്ളതാണ്. അതുപോലെ സി പൊസിഷൻ ബോൾ ലൈൻ്റെ അകത്തേക്ക് കയറി സോ താഴത്തേക്ക് പോരും എന്നുള്ളതാണ്. പോന്ന് ബോൾ ലൈൻ വരുമ്പോൾ റിജക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. ഇതിവിടെ 4ാമത്തെ ക്യാൻഡിലായപ്പോഴേ ബോൾ ലൈൻ ടച്ച് ചെയ്തു, സോ അത് റിജക്റ്റ് ചെയ്തു. ഇവിടെ 4ാമത്തെ ക്യാൻഡിൽ ബോൾ ലൈൻ ടച്ച് ചെയ്തിട്ടില്ല. ബോൾ ലൈൻ ട്രേഡ് ആക്റ്റീവ് ആകുകയാണെങ്കിൽ, അതായത് ഇത് 4ാമത്തെ ക്യാൻഡിൽ ഇവിടെ ബോൾ ലൈൻ ടച്ച് ചെയ്ത പോലെ തന്നെ പി പൊസിഷന് മുകളിലത്തെ ബോൾ ലൈൻ ടച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ആക്റ്റീവ് പോയിൻ്റ് അവിടുന്ന് തിരിച്ചിങ്ങോട്ട് കിട്ടും. പക്ഷേ ഈ 4 ക്യാൻഡിൽസും 4 ഗ്രാഫുകൾ ഒരുപോലെ ചെയ്യണം. ആകെ ഈ 4 ഗ്രാഫുകൾ ഒരുപോലെ ചെയ്തു എന്ന് നമുക്ക് പറയാനുള്ളത് ഈ ഒരു പൊസിഷനാണ്. കേട്ടോ, ആദ്യത്തെ 15 മിനിറ്റ്സിൻ്റെ പൊസിഷനാണ് ഫസ്റ്റ് ലെവലിൽ ടച്ച് ചെയ്തേക്കുന്നത്. സോ ആ ഒരു ട്രേഡ് മാത്രമാണ് നമുക്ക്, ഫസ്റ്റ് ലെവൽ ട്രേഡ് മാത്രമാണ് ഇന്ന് ആക്റ്റീവായത്. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്കിത് ഇവിടെയൊക്കെ പൊസിഷൻസ് ഒരുപോലെ വരുന്നുണ്ട്. കണ്ടോ, ഇതുണ്ടോ, മന്ത്ലി പി പൊസിഷൻ ഇവിടെ ടച്ച് ചെയ്യുന്നുണ്ട്, ബോൾ ലൈൻ ഇവിടെ ടച്ച് ചെയ്യുന്നുണ്ട്. കണ്ടോ, മുകളിലേക്ക് വന്നിട്ട് ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വീക്ക്ലി പി പൊസിഷൻ ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നുണ്ട്. ഇതും ഈ സമയത്തും ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഒരുപോലെ ടച്ച് ചെയ്തുകൊണ്ടാണ് റിജക്റ്റ് ചെയ്തത്. പക്ഷേ അതിനൊപ്പം തന്നെ ഇവിടെയും ഒരു ടച്ചിങ് വരികയാണെങ്കിൽ ഓക്കെയാണ്. കണ്ടോ, ഇവിടെ വന്നിട്ടുണ്ട്, നോക്കൂ. അതായത് പി പൊസിഷൻ, വീക്ക്ലി പി പൊസിഷൻ ഇടിഞ്ഞ് ബോൾ ലൈൻ ടച്ച് ചെയ്തു, സോ റിജക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ മന്ത്ലി സി പൊസിഷൻ എന്ന് പറയുന്നത് ഇതുപോലെ കയറി ബോൾ ലൈൻ ടച്ച് ചെയ്യും, റിജക്റ്റ് ചെയ്യും.
കേട്ടോ. ഒരേപോലെ ബോൾ ലൈൻ ടച്ച് ചെയ്ത മേഖലയാണ് ഈ ഒരു വലിയൊരു പി പൊസിഷൻ സംഭവിച്ച ഒരു ക്യാൻഡിൽ, ഇവിടെ വലിയൊരു സി പൊസിഷൻ സംഭവിച്ച ഒരു ക്യാൻഡിൽ. ഓക്കെ, അപ്പോൾ അത് 3 ഇൻഡെക്സുകളിൽ ഒരുപോലെ തന്നെയായിരുന്നു. ഇപ്പോൾ ഒരെണ്ണം അങ്ങനെ അല്ല എന്നുള്ളതിൽ പ്രശ്നമില്ല. 3 എണ്ണമെങ്കിൽ ഒരുമിച്ചാണെങ്കിൽ ഓക്കെയാണ്. അതുകൊണ്ടാണ് ഇവിടെ ഒരു ലെവൽ ടു ലെവൽ ട്രേഡ് ആക്റ്റീവായിട്ട് വന്നേക്കുന്നത്. ഒരുപോലെ 3 എണ്ണമെങ്കിലും 3 ഗ്രാഫെങ്കിലും ഒരുപോലെ ആക്ട് ചെയ്യണം. അതായത് ബാങ്ക് നിഫ്റ്റിയുടെ തന്നെ 3 ഗ്രാഫുകൾ. നിഫ്റ്റിയിൽ ഇന്ന് പൊസിഷൻസ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. നിഫ്റ്റിയിലെ പൊസിഷൻ എന്ന് പറയുമ്പോൾ ബോർഡ് ലൈനിൽ ടച്ച് ചെയ്തിട്ടില്ല, ഫസ്റ്റ് ലെവലിനെ ടച്ച് ചെയ്തിട്ടില്ല. ഇത്രയും ഗ്യാപ്പുണ്ട്. അത്യാവശ്യം 20 പോയിന്റിന് മുകളിൽ ഗ്യാപ്പുണ്ട്. ഇവിടെയും അത്രയും തന്നെ ഗ്യാപ്പുണ്ട്. ദെൻ ഇത് കുഴപ്പമില്ല. ഇത് ഫസ്റ്റ് ലെവൽ ടച്ച് ചെയ്യുന്നുണ്ട്. നമ്മുടെ പിയുടെയും സിയുടെയും വീക്ക്ലി ക്യാൻഡിൽസ് ടച്ച് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നിട്ട് ഇത് ആക്റ്റീവ് ആയതിന് കാരണം എന്ന് വെച്ചാൽ ബാങ്ക് നിഫ്റ്റിയിൽ ഓക്കെ ആയിരുന്നു. 4 ഗ്രാഫുകളും ആക്റ്റീവ് ആയിരുന്നത് കൊണ്ട് ഇവിടെ നമുക്ക് ആക്റ്റീവായിട്ട് ആ ഒരു ചെറിയൊരു ഇതിൻ്റെ ഒരു ചാഞ്ചാട്ടം ബാങ്ക് നിഫ്റ്റിയിൽ ഉണ്ടാകുന്ന ആ ഒരു റിജക്ഷൻ നിഫ്റ്റിയിലും ചെറുതായിട്ടെങ്കിലും അത് നമുക്ക് എന്താവും, വർക്ക് ചെയ്യും. അതുപോലെ തന്നെ വേണ്ട നിഫ്റ്റി ഇതേ ഇവിടുന്ന് കയറി ബോൾ ലൈൻ ടച്ച് ചെയ്തു റിജക്റ്റ് ചെയ്തു. അതുപോലെ തന്നെയാണ് അന്നത്തെ വീക്ക്ലി സിയും കയറി ബോൾ ലൈൻ ടച്ച് ചെയ്തു റിജക്റ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് ഒരുപോലെ നോക്കിയെടുക്കാൻ പറ്റണം. അതുപോലെ തന്നെയായിരുന്നത് ഇവിടെ ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നു റിജക്റ്റ് ചെയ്യുന്നുണ്ട്, ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നു റിജക്റ്റ് ചെയ്യുന്നുണ്ട്. ഒരേപോലെയാണെങ്കിൽ നമുക്കിത് വർക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ നിഫ്റ്റിയുടെ തന്നെ 4 ചാർട്ടുകൾ നോക്കുമ്പോഴത്തേക്ക് 4 ചാർട്ടും ഒരേപോലെ തന്നെയാണെങ്കിൽ ഓക്കെയാണ്. അല്ലെങ്കിൽ 3 എണ്ണമെങ്കിലും ഒരേപോലെ തന്നെയാണെങ്കിൽ ഓക്കെയാണ്, അത് വർക്കിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് വർക്കൗട്ട് ആയതെന്ന് പറയുന്നത് ബാങ്ക് നിഫ്റ്റിയുടെ ഫസ്റ്റ് 15 മിനിറ്റ്സ് ക്യാൻഡിൽ നമ്മളുടെ ഫസ്റ്റ് ലെവൽ ട്രേഡ് ആക്റ്റീവായിട്ടുണ്ട്. ഫസ്റ്റ് ലെവൽ ട്രേഡിൽ ആക്റ്റീവായിട്ടുണ്ട്. അതായത് അതിൻ്റെ ഒരു എത്രാമത്തെ ക്യാൻഡിലാണെന്ന് നോക്കിക്കേ. ഫസ്റ്റ് ക്യാൻഡിൽ 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ അല്ലേ. ആ 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ട്രേഡ് എടുത്താൽ മതി കേട്ടോ. ഒരു 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിയുമ്പോഴേ അത് റിജക്റ്റ് ചെയ്ത മേഖല നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കണ്ടോ, റിജക്റ്റ് ചെയ്ത അടിയിലേക്ക് ബോൾ ലൈൻ്റെ ഉള്ളിലേക്ക് കയറിയിരിക്കുകയാണ്. അങ്ങനെ എല്ലാ ക്യാൻഡിൽസും അങ്ങനെ തന്നെ ആയതുകൊണ്ട് ഓക്കെ, ഇതിൽ ഒരു ഡയറക്ഷൻ, താഴത്തേക്ക് ഡയറക്ഷൻ പോകുന്നു. അത് ബോൾ ലൈൻ വരെയെങ്കിലും പോകും എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം. അത് ഏതെങ്കിലും ഇൻഡെക്സ് ബോൾ ലൈൻ, ഏതെങ്കിലും ഒരു ഗ്രാഫെങ്കിലും ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നവരെ പോകും. ആദ്യം ടച്ച് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഗ്രാഫ് തന്നെയാണ്. നമ്മുടെ വീക്ക്ലി സി പൊസിഷനാണ് ടച്ച് ചെയ്തേക്കുന്നത്, 4ാമത്തെ ക്യാൻഡിൽ. അപ്പോൾ 4ാമത്തെ ക്യാൻഡിൽ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നോക്കിക്കേ, നിങ്ങൾ ആദ്യത്തെ 15 മിനിറ്റ്സ് കൊണ്ട് മനസ്സിലാക്കി അത് കറക്റ്റാണ്. അപ്പോൾ നമ്മൾ ഇവിടെ വെച്ചിട്ട് ഒരു ട്രേഡിൽ ആക്റ്റീവായെന്ന് വിചാരിച്ചു. ഇവിടെ വെച്ച് തന്നെ, അതായത് ഒരു 35 രൂപ അല്ലെങ്കിൽ 30 രൂപയ്ക്കൊക്കെ നമ്മൾ ആക്റ്റീവായി. ചെറുതായിട്ട് അത് ഇടിഞ്ഞിട്ടുണ്ട്. കാരണം ആദ്യത്തെ 15 മിനിറ്റ്സ് കഴിയുമ്പോൾ 10 മണി വരെയൊക്കെ നല്ല ഒരു മൂവ്മെൻറ്റുള്ള പൊസിഷനാണ്. ഇടിഞ്ഞിട്ടുണ്ട്, അവിടെ നിന്ന് തിരിച്ച് കയറിയിട്ടുണ്ട്. കണ്ടോ, 30 രൂപയ്ക്ക് മേടിച്ചാൽ തന്നെ 50 രൂപ വരെ കയറിയിട്ടുണ്ട്. 60 രൂപയ്ക്ക് ഇത് പോയിട്ടില്ല. കാരണം ഇത് ഫിനിഫ്റ്റിയുടെ എക്സ്പയറി അല്ല, മിഡ് ക്യാപ്പിൻ്റെ എക്സ്പയറി ആയിരുന്നു. ഫിനിഫ്റ്റി അടുത്ത ദിവസത്തെ എക്സ്പയറി ആണ്. സോ മറ്റേതിനേക്കാളും മൂവ്മെൻറ്റ് ഉണ്ടാകുന്നേ ഉള്ളൂ. മിഡ് ക്യാപ്പിൽ ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മിഡ് ക്യാപ്പ് എടുക്കണ്ട. മിഡ് ക്യാപ്പിൽ സ്ട്രാറ്റജി അത്രയും വർക്കൗട്ടല്ല. ഫിനിഫ്റ്റി, സെൻസെക്സ്, നിഫ്റ്റി, ദെൻ ബാങ്ക് നിഫ്റ്റി, ഇത്രയും 4 ഇൻഡെക്സുകൾ യൂസ് ചെയ്യാവുള്ളൂ. അപ്പോൾ കേട്ടോ, 30 രൂപയ്ക്ക് എടുത്താൽ തന്നെ 50 രൂപയ്ക്ക് റിട്ടേൺ പോയിട്ടുണ്ട്. എക്സ്പയറി ആണെങ്കിൽ 100% റിട്ടേൺ കിട്ടും. നിങ്ങൾക്ക് കുറേ കൂടെ നമുക്ക് റിസ്ക് കുറയ്ക്കാനായിട്ട് 50%, 10%, 20% ഒക്കെ ആക്കി നിങ്ങളുടെ റിട്ടേണിനെ നിങ്ങൾക്ക് മിനിമൈസ് ചെയ്യാം. ഓക്കെ, വെറുതെ നമ്മൾ എന്താ സ്പീഡ് കാണിക്കണ്ട, പതുക്കെ ചെയ്താൽ മതി. അതായത് 10%, 20% ഒക്കെ റിട്ടേൺ എടുത്താൽ മതി. നമുക്ക് നല്ല എമൗണ്ട് ഒരു മന്തിൻ്റെ അവസാനം ഉണ്ടാകും. ഒരുമിച്ച് പിടിക്കാനായിട്ട് പോയി കഴിഞ്ഞാൽ ഒന്നാമത് നമ്മൾ ആ സ്ട്രാറ്റജിയായിട്ടൊന്ന് പരിചയപ്പെട്ട് വരണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സൈക്കോളജിക്കൽ മൂവ്മെൻ്റാണ്. സോ അത് കുറച്ച് പതുക്കെ ഏൺ ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 15 മിനിറ്റ്സിൽ തന്നെ നമുക്ക് ആദ്യത്തെ 15 മിനിറ്റ്സിൽ തന്നെ ഇവിടെ വെച്ച് ട്രേഡ് എടുക്കാം. കാരണം അത് ഫസ്റ്റ് ലെവലിലേക്ക് വന്ന് ടച്ച് ചെയ്തിരിക്കുകയാണ്. അതായത് 20 രൂപയുടെ തന്നെ ട്രേഡ് എടുക്കാം. 50 രൂപ വരെ അതിൻ്റെ റിട്ടേൺ പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു പോയിന്റിൽ തന്നെ പിടിക്കാനായിട്ട് എല്ലാവർക്കും പറ്റണമെന്നില്ല. അതുകൊണ്ട് ആ 15 മിനിറ്റ്സ് കഴിയട്ടെ എന്ന് പറയുന്നത്. എങ്കിലേ എവിടെയാണ് റിജക്ഷൻ എന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ക്യാൻഡിൽ ഫോം ചെയ്ത് അത് ഫില്ല് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ട്രേഡിലേക്ക് എൻ്റർ ചെയ്താൽ മതി. ഓക്കെ, അതും നമുക്ക് നല്ലൊരു സ്ട്രാറ്റജിയാണ്. പെട്ടെന്ന് ചാടിക്കയറി എടുക്കേണ്ട കാര്യമില്ല. നമ്മളത് ആ ഒരു ക്യാൻഡിൽ ഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ചാടിക്കയറി എടുത്ത് ചിലപ്പോൾ ആ ക്യാൻഡിൽ ആ ഒരു ഡയറക്ഷനിൽ തന്നെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുള്ളൂ സോ അത് തെറ്റിപ്പോയി എന്നുള്ളത്. സോ ഒരു ക്യാൻഡിൽ ഫോം ചെയ്ത് കഴിയുന്നവരെ വെയിറ്റ് ചെയ്യാം, അതിൽ തെറ്റില്ല. ഓക്കെ, ഇപ്പോൾ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കമൻസൊക്കെ കണ്ടു, ക്ലിയർ ആയിട്ടില്ല, മനസ്സിലായിട്ടില്ല എന്ന് കമൻസ് കണ്ടു. വലിയ കാര്യമൊന്നുമില്ല അതിനകത്ത്, ഒരേപോലെ വരണം, അത്ര മാത്രമേ ഉള്ളൂ. ദെൻ കണ്ടോ, ഒന്നുകൂടെ പറഞ്ഞുതരാം. ബാങ്ക് നിഫ്റ്റി ഇതാ ഒരേപോലെ വന്നിരിക്കുന്നു. ബാങ്ക് നിഫ്റ്റിയുടെ ആദ്യത്തെ 15 മിനിറ്റ്സ് ക്യാൻഡിൽ നമ്മുടെ ഫസ്റ്റ് ലെവലെ ടച്ച് ചെയ്തിരിക്കുന്നു. ദെൻ
രണ്ടാമത്തെ ഗ്രാഫും കണ്ടോ ഫസ്റ്റ് ലെവലിൽ ടച്ച് ചെയ്തിരിക്കുന്നു. ദെൻ മൂന്നാമത്തെ ഗ്രാഫ് ഫസ്റ്റ് ലെവലിൽ ടച്ച് ചെയ്തിരിക്കുന്നു കണ്ടോ. നാലാമത്തെ ഗ്രാഫും ഫസ്റ്റ് ലെവലിൽ ടച്ച് ചെയ്തിരിക്കുന്നു. അതിനർത്ഥം ഫസ്റ്റ് ലെവൽ ട്രേഡ് ആക്റ്റീവായി. നാലും ഒരു ലെവലിൽ തന്നെ ടച്ച് ചെയ്യണമെങ്കിൽ, അത് നാലും ചിലപ്പോൾ ബോർഡ് ലൈനിലായിരിക്കാം ടച്ച് ചെയ്യുന്നത്, നാലും ഈ സെക്കൻഡ് ലെവലിലായിരിക്കാം ടച്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ നാലും ഫസ്റ്റ് ലെവലിലായിരിക്കാം ടച്ച് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടുന്ന് റിജക്ഷൻ സംഭവിക്കും എന്നുള്ളതാണ് നമ്മളുടെ ഓൺലൈൻ സ്ട്രാറ്റജി പറയുന്നത്. അതിനനുസരിച്ച് നിങ്ങൾക്ക് ട്രേഡിലേക്ക് ഫോം ചെയ്യാം. ഓക്കെ, ഇനി ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് വാട്സപ്പിൽ ചോദിച്ചോളൂ കേട്ടോ. നമ്മളുടെ ഫ്രീ ഗ്രൂപ്പ്, ഇൻഡെക്സ് ഗ്രൂപ്പ് ഫ്രീ ആണ്. അത് താഴെ എൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് ജോയിൻ ചെയ്യാം. ദെൻ നമ്മളുടെ സ്ട്രൈക്ക് ലെവൽസ് പെയ്ഡ് ഗ്രൂപ്പാണ്. അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മളെ പേഴ്സണലി വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ.